ഈ നോമ്പിൻ്റെ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും പരസ്പര വിശ്വാസത്തിനും ഇന്ന് ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുള്ള സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ ഈ റംസാൻ മാസത്തിലെ ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പുണ്യ ദിനമെന്ന നിലയിലും ഇന്നത്തെ സാഹചര്യത്തിലും ഈ ഒരു കൂടിച്ചേരലിന് വലിയ പ്രാധാന്യമാണ് ഞങ്ങൾ കൽപ്പിക്കുന്നത്. ഇന്ന് റംസാൻ നമ്മുടെ നോമ്പ് കാലത്തിൻ്റെ ആദ്യത്തെ നോമ്പ് തുറ പരിപാടിയാണ് നടക്കുന്നത്. ഇവിടെ തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടി പള്ളി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് തൊട്ടടുത്താണ്. അപ്പോൾ മിക്കവാറും ഏതെങ്കിലും നോമ്പ് തുറയിലൂടെ പങ്കെടുക്കാറുണ്ട്. പിന്നെന്തായാലും ഇന്നത്തെ നോമ്പ് തുറ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം, സമാധാനം, പരസ്പര സൗഹൃദം എന്നൊക്കെ പറയുന്നത് അത് കടലാസിൽ എഴുതി വയ്ക്കാനുള്ളത് മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിൽ അത് പറഞ്ഞിരിക്കുന്നത് അത് പുലർത്താനും നമ്മളെല്ലാവരും അത് പുലരുമെന്ന് ഉറപ്പാക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വലിയ ആശങ്ക ഉണ്ടാവുന്ന കാലത്ത് അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ റംസാൻ അല്ലെങ്കിൽ പിന്നെ നോമ്പുതുറായിട്ട് മാത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, എല്ലാ മതപരമായ എല്ലാ വിഭാഗത്തിൻ്റെ പരിപാടികളിലും പങ്കെടുക്കുന്നതും അതിൽ പങ്കുകൊള്ളുന്നതൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ്. ഓരോ മത വിഭാഗത്തിൽപ്പെട്ടവരുടെ വിശ്വാസത്തെയും പരസ്പരം അംഗീകരിക്കുകയും അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വലിയ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭരണഘടന നമുക്കുണ്ട്. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കപ്പെടട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധമായ റമദാൻ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ സുകുമാറിയേട്ടൻ പറഞ്ഞതുപോലെ അല്ല, കലാപകലുഷിതമായൊരു കാലഘട്ടത്തിൽ വിശുദ്ധമായ റമദാന് വലിയ പ്രസക്തിയുണ്ട്. ഈ നോമ്പ് എടുക്കുക എന്നുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, പട്ടിണി കിടക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്നുള്ളതല്ല. അതിനുള്ളിലൊരു മാനവികതയുണ്ട്. അതായത് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി തീരാനുള്ളൊരു പാഠശാലയാണ്. അവൻ്റെ ചതി, വഞ്ചന, ഏഷണി, പരദൂഷണം, ആളുകളെ ആക്ഷേപിക്കൽ, അവരെ ചെറുതായി കാണൽ, അത്തരത്തിലുള്ള ഈ മോശമായ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു വ്യക്തി വിശുദ്ധമായ നോമ്പ് തുടങ്ങിയാൽ അത് പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ ആ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ ഏത് നിർമ്മലമായ ഹൃദയത്തോടെയാണോ അവൻ ഭൂമിയിലേക്ക് വരുന്നത്, ആ ഒരു നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറണം. അതുകൊണ്ടാണ് നോമ്പിന് ഉദ്ദേശിച്ച ഒരു പ്രയോജനം കിട്ടുക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എത്ര ആളുകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് വിശപ്പ് ദാഹം സഹിച്ച് ബുദ്ധിമുട്ടുന്നത്. അവർ വെറുതെ പട്ടിണിയും ദാഹവും സഹിച്ച് പ്രയാസപ്പെടാമെന്നല്ലാതെ നോമ്പിൻ്റെ ഒരു കാതലായ വശത്തിലേക്ക് അവർക്ക് കടന്നില്ലാൻ കഴിയില്ല, സ്വഭാവ സംസ്കരണം ഉണ്ടാവാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഭാവ സംസ്കരണം ഒരു വ്യക്തി മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ കടന്നു പോകുന്നത് വളരെ പ്രയാസകരമായൊരു സാഹചര്യത്തിലൂടെയാണെന്ന് ഞാനൊരു വിശദീകരണം കൂടാതെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങളുടെ ചെട്ടിയങ്ങാടി പള്ളിയിൽ നമ്മുടെ മിനിസ്റ്റർ അടക്കം സുനിലേട്ടൻ അടക്കമുള്ള ആളുകളുടെ സന്ദർശനം ഞങ്ങൾക്ക് വളരെ ആശ്വാസവും വളരെ സന്തോഷവും നിറഞ്ഞ കാര്യമാണ്. നമുക്ക് ദൈവ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമായ റമദാൻ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ എല്ലാ സാഹചര്യം ഉണ്ടാവട്ടെ. ഇത് കാരണമായി തന്നെ
നല്ലൊരു സാഹോദര്യം സമത്വം നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കാം.